തുളസി ഉണങ്ങിപ്പോയോ? സൂചന അത്ര നല്ലതല്ല. ലോകത്തെ തന്നെ ഏറ്റവും പരിശുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്ന ചെടിയാണ് തുളസി. ലക്ഷ്മി ദേവിയാണ് തുളസി ചെടിയായതെന്നാണ് ഐതിഹ്യം പറയുന്നത്. തുളസിയുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തുളസിക്കാട് കണ്ട് മരിക്കുന്നവർക്കും തുളസിമാല ധരിക്കുന്നവർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. വീട്ടിലെ തുളസിച്ചെടി അകാരണമായി ഇല കൊഴിയുകയോ ഉണങ്ങിപ്പോവുകയോ ചെയ്താൽ വീട്ടിൽ അനർത്ഥങ്ങൾ വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് കാണിക്കുന്നത്. എന്താണ് പ്രതിവിധി? ഇങ്ങനെയുണ്ടായാൽ ആ ചെടി വേരോടെ പിഴുതെടുത്ത് വെള്ളത്തിൽ മുക്കിവെച്ച് ഏതെങ്കിലും ജലാശയത്തിൽ ഒഴുക്കുന്നതാണ് ഉത്തമമായ പ്രതിവിധി എന്ന് പറയുന്നത്. തുളസി ചെടിയിൽ ഒരിക്കലും ഉണങ്ങിപ്പോകാൻ അനുവദിക്കരുത്. പിന്നീട് അതേ സ്ഥാനത്ത് മറ്റൊരു തുളസിച്ചെടി നടുകയും വേണം. വാസ്തുപ്രകാരം ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം വരുന്നത് ആ വീടിൻ്റെ മുൻവാതിലിലൂടെയാണ്. അതുകൊണ്ട് മുൻവാതിലിന് നേരെ മുറ്റത്ത് തുളസിച്ചെടി നടണം. തുളസിയുടെ ചുവടെ ദീപം വെച്ച് ആരാധിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. അതിനായി വീടുകളിൽ തുളസിത്തറ കെട്ടിയിടുന്നത് വളരെ ഉത്തമമായിരിക്കും. കിഴക്കു നിന്നുള്ള വാതിലിനു നേരെ നന്നായി സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം തുളസിത്തറ. വീടിൻ്റെ തറയുയരത്തിനേക്കാൾ താഴരുത്. ഞായറാഴ്ചയും ശരീരത്തിൽ എണ്ണ തേച്ചിരിക്കുമ്പോഴും ഉച്ച, സന്ധ്യ, രാത്രി സമയങ്ങളിലും അഴുക്കു വസ്ത്രം ഉടുത്തും ശരീരശുദ്ധി ഇല്ലാത്തപ്പോഴും തുളസിദളം ഇറുക്കരുത്.